إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولكم في القصاص حياة يا أولي الألباب يا أولي الألباب لعلكم تتقون ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ചുറ്റുപാടുകളിലുമൊക്കെ സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിന് ശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഭൗതികമായ വിഷയങ്ങൾ, അതുവരെ പുലർത്തിപ്പോന്നിരുന്ന ആത്മീയമായ കാര്യങ്ങളെക്കാൾ കൂടുതലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. നിരവധി വിഷയങ്ങൾ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്നത് കേട്ടാണ് നമ്മൾ ഉണരുന്നതും നമ്മൾ ഉറങ്ങുന്നതുമൊക്കെ. ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചൂടുപിടിച്ചത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള വാദങ്ങളും വിവാദങ്ങളുമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അന്തർദേശീയ തലത്തിലാണെങ്കിൽ ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ഓരോ ദിവസവും കൂടി വരുന്ന ഒരു ദുഃഖകരമായ വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനുമായുള്ള പുതിയ ഒരു പോർമുഖം തുറന്ന വാർത്തകളും നമ്മൾ കേൾക്കുകയാണ്. ഏതൊക്കെ വാർത്തകൾ കേട്ടാലും അതിലെ ശരികൾ പരിശോധിക്കുകയും അതിലെ നന്മകൾ ഉണ്ടെങ്കിൽ മാത്രം അത് സപ്പോർട്ട് ചെയ്യുകയും അത് ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഇത്തരം നിരവധി വാർത്തകൾക്കിടയിലാണ് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു സഹോദരന്റെ മോചന ദ്രവ്യത്തിനു വേണ്ടി ഒരു പാർട്ടിയും ഒരു മതവും ഒന്നും നോക്കാതെ തന്നെ മലയാളികൾ എന്ന നിലക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെല്ലാവരും ഒരുമയോടെ കൈകോർത്ത് ആ സംരംഭത്തിൽ പങ്കാളികളായി.
നമ്മളും നമ്മുടെ മഹല്ലും നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടവരുമൊക്കെ ആ ഒരു പുണ്യകർമ്മത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അള്ളാഹു നമ്മിൽ നിന്നത് സ്വീകരിക്കുമാറാവട്ടെ. ആ സഹോദരന്റെ മോചനം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. ഫാഷിസവും ഭയവും വെറുപ്പും വിഭാഗീയതയും ഒക്കെ സൃഷ്ടിച്ച് വിഷം പുരട്ടാൻ പദ്ധതികൾ തയ്യാറാക്കുന്ന ആളുകൾക്കിടയിലാണ് പ്രത്യേകിച്ചും കേരളം നമ്മളാ വഴിക്കല്ല എന്ന് തെളിയിക്കുന്ന ഇത്തരം സംഭവങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കുന്നത്. അൽഹംദുലില്ലാഹ്. എന്നാൽ ഇതിനൊക്കെ ഇടയിൽ ചർച്ചയായ ഒരു വിഷയമെന്നുള്ള ഒരു സംഗതി ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളെക്കുറിച്ചൊക്കെ വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. സൗദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിധികൾ, ശിക്ഷാ നിയമങ്ങൾ എത്ര ക്രൂരമാണ് എന്ന നിലക്കൊക്കെയുള്ള ചർച്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക ഭരണകൂടം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ശിക്ഷ വിധിക്കുന്നുണ്ട് എങ്കിൽ അവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് ആ വ്യക്തി കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നതാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ശിക്ഷ വിധിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണ്ടിയുള്ള മോചനത്തിനുള്ള വഴികളൊക്കെ ഇസ്ലാമിക വിധികളിൽ തന്നെ, ഇസ്ലാമിക നിയമങ്ങളിൽ തന്നെ തുറന്നു കിടക്കുന്നുണ്ട് എന്നതാണ്. മൂന്നാമതായി അതിൽ മനസ്സിലാക്കേണ്ടത്, ഒരാൾ കുറ്റം ചെയ്താൽ അയാൾക്ക് തൗബ ചെയ്യാനും തൗബ ചെയ്ത് മടങ്ങാനും അയാളുടെ ശേഷിക്കുന്ന ജീവിതം നന്നാക്കുവാനും ഒക്കെയുള്ള വഴിയൊരുക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്ക് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും നിയമ സംവിധാനങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുക. 5 കാര്യങ്ങളിൽ ഇസ്ലാം കൃത്യമായ സംരക്ഷണം ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 5 കാര്യങ്ങളെ വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം കാണുന്നത്. ഒന്ന്, ഒരു വ്യക്തിയുടെ ദീനാണ്, മതം, വിശ്വാസം എന്നതാണ്. അതുകൊണ്ടാണ് ഷിർക്ക് വരുന്നതിനെ ഇസ്ലാം വളരെ ഗൗരവമായി കാണുന്നത്. ഒരാളുടെ ദീൻ നഷ്ടപ്പെടുക, വിശ്വാസം നഷ്ടപ്പെടുക എന്നുള്ള കാര്യം ഇസ്ലാം വളരെ ഗൗരവത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഷിർക്ക് സംഭവിക്കുക എന്നത് വലിയ കുറ്റമായി, വളരെ ഗൗരവത്തിലുള്ള ഒരു വിഷയമായിട്ടാണ് ദീൻ കാണുന്നത്. രണ്ടാമത്തത്, ഇസ്ലാം വളരെ ഗൗരവമായി കാണുന്ന ഒരു വിഷയമാണ് ഒരു മനുഷ്യന്റെ ജീവൻ എന്ന്. അതുകൊണ്ടാണ് കൊലപാതകം, ഒരാളെ കൊല ചെയ്യുക എന്നുള്ളത് ഇസ്ലാം വളരെ ഗൗരവത്തിലാണ് അത് കാണുന്നത്. അതുപോലെ തന്നെ സ്വയം ജീവനെടുക്കുക, ആത്മഹത്യ ചെയ്യുക എന്നതും ഇസ്ലാം വളരെ ഗൗരവത്തിൽ കാണുന്ന ഒരു വിഷയമാണ്. മൂന്നാമത്, ഒരാളുടെ ബുദ്ധി നശിപ്പിക്കുക, ഒരാളുടെ വിവേചന കഴിവിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഒരാൾ ചെയ്യുക എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കാണുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ലഹരിക്കെതിരെ അത് ഹറാമാണ് എന്നത് വളരെ ഗൗരവത്തിൽ പറഞ്ഞു. അതിന്റെ ഏത് ഐറ്റം ആയാലും ശരി, മനുഷ്യന്റെ ബുദ്ധിയെ മറവി സംഭവിപ്പിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിയെ മറപ്പിച്ചു കളയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു. മറ്റൊന്ന്, കുടുംബജീവിതത്തിലെ പവിത്രതയാണ്. ഒരാൾ വിവാഹബന്ധത്തിൽ ഒരു കുടുംബം രൂപപ്പെട്ടു, ദാമ്പത്യ ജീവിതം, കുടുംബ ബന്ധങ്ങളുണ്ട്, അയാൾ വ്യഭിചരിച്ച് ഈ പവിത്രതയ്ക്ക് കളങ്കം വരുത്തുന്നതിനെ ഇസ്ലാം വളരെ ഗൗരവത്തിൽ എതിർക്കുകയാണ്. വലിയ കുറ്റമായിട്ടാണ് ഇസ്ലാം അതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ അവിഹിത ബന്ധങ്ങളെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുണ്ടാകുന്നതിനെ കുറിച്ചുമൊക്കെ വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കുടുംബ ബന്ധത്തിലെ പവിത്രതയെ ഇസ്ലാം അതിന്റെ സംരക്ഷണത്തെ ഗൗരവമായി കാണുന്നുണ്ട്. മറ്റൊന്ന് സമ്പത്തിനെ കുറിച്ചാണ്. സമ്പത്ത് എങ്ങനെയും ഉണ്ടാക്കാൻ പറ്റുമോ പാടില്ല, മറ്റൊരാളുടെ സമ്പത്ത് മോഷ്ടിക്കാൻ പറ്റുമോ പാടില്ല, വഞ്ചന നടത്തി സമ്പാദിക്കാൻ പറ്റുമോ പാടില്ല, തട്ടിപ്പ് നടത്താൻ പറ്റുമോ പാടില്ല, അന്യായമായി സമ്പാദിക്കാൻ പറ്റുമോ പാടില്ല. അപ്പൊ സമ്പത്തിന്റെ വിഷയത്തിലും ഒരു തരത്തിലുള്ള സംരക്ഷണം, ഒരു വലയം ഇസ്ലാം തീർക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയുടെ വിഷയത്തിൽ അത് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ ബുദ്ധി നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഗൗരവത്തിൽ ഇസ്ലാം ഇടപെടുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തു കളയുന്ന വിഷയത്തിൽ ഇസ്ലാം ഗൗരവത്തിൽ ഇടപെടുന്നുണ്ട്. ഒരു മനുഷ്യന്റെ വിശ്വാസം അത് നഷ്ടപ്പെടുന്ന വിഷയത്തിലും ഇസ്ലാം വളരെ ഗൗരവത്തിലാണ് അത് കാണുന്നത്. ഇതിൽ മനുഷ്യന്റെ ജീവൻ എടുക്കുക, കൊലപാതകം എന്ന വിഷയത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഒരു വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഖുർആൻ എടുത്തു പറഞ്ഞത് വധശിക്ഷയ്ക്ക് അയാളെ വിധേയമാക്കണം എന്ന് പറഞ്ഞ ചില സന്ദർഭങ്ങളുണ്ട്. പക്ഷെ അവിടെ പോലും ഖുർആൻ എടുത്തു പറഞ്ഞത് എന്താണ്?
ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ഒരു മനുഷ്യൻ നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം കൊടുത്താൽ, അയാളെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചാൽ, നിങ്ങൾ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതിന് തുല്യമാണ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഒരു മനുഷ്യന്റെ ജീവന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്, ജീവന്റെ വിലയെക്കുറിച്ചാണ്, അതുകൊണ്ടുണ്ടാകുന്ന പുണ്യങ്ങളെക്കുറിച്ചാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറ്റൊരിടത്ത് ഖുർആൻ വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിച്ചു, ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا عظيما. കൃത്യമായി പറഞ്ഞു, ഒരാൾ കരുതിക്കൂട്ടി ഒരാളെ കൊന്നു, അബദ്ധത്തിലൊക്കെ സംഭവിക്കാം, പക്ഷെ കരുതിക്കൂട്ടി ഒരു മനുഷ്യൻ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ, മുഅ്മിനെ പ്രത്യേകിച്ചും കൊലപ്പെടുത്തി കഴിഞ്ഞാൽ, ഫജസാഉഹു ജഹന്നമ ഖാലിദൻ ഫീഹാ, അയാൾക്ക് നരകത്തിന്റെ ശിക്ഷയാണ് എന്നുള്ളത്. അയാൾ നരകത്തിലാണെന്നാ പറഞ്ഞത്. അയാൾ ശാശ്വതമായി അവിടെ തന്നെ ആയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വഗളിബല്ലാഹു അലൈഹി, അയാളുടെ മേൽ അല്ലാഹുവിന്റെ കോപങ്ങൾ ഉണ്ടാകുന്നു. വലഅനഹു, അവന്റെ പേരിൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകുന്നു. വഅഅദ്ദ ലഹു അദാബൻ അദീമ, അയാൾക്ക് വമ്പിച്ച ശിക്ഷയുണ്ട് എന്ന്, വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ എന്തിനാ ഓർമ്മപ്പെടുത്തുന്നത്? ഒരാളെ നമ്മൾ കരുതിക്കൂട്ടി കൊല ചെയ്യാതിരിക്കാനുള്ള ജാഗ്രതയെക്കുറിച്ചാണ് ഇവിടെയൊക്കെ ഇസ്ലാം ഓർമ്മിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫിഹിമാ ഫൽ ഖാതിൽ വൽ മഖ്തൂൽ ഫിന്നാർ. രണ്ടാൾക്കാർ, രണ്ട് മുസ്ലിങ്ങൾ പരസ്പരം കലഹമുണ്ടാക്കി, തമ്മിൽ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മർദ്ദിക്കാൻ വേണ്ടി, ഉപദ്രവിക്കാൻ വേണ്ടി ആയുധെടുത്തു. രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽ ഖാതിൽ വൽ മഖ്തൂൽ ഫിന്നാർ, അതിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടു, ഒരാൾ മരിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, രണ്ടാളും നരകത്തിലാണ് എന്ന് പറഞ്ഞു, രണ്ടാളും നരകാവകാശികളാവുമെന്ന് പറഞ്ഞു. ഫഖുൽതു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹാദൽ ഖാതിൽ, ഒന്നോന്റെ കാര്യം ഓക്കെയാണ്, ഒന്നോൻ എങ്ങനെ നരകത്ത് പോണല്ലോ, പക്ഷെ കൊല്ലപ്പെട്ടവൻ ഫമാ ബാലുൽ മഖ്തൂൽ, കൊല്ലപ്പെട്ടവന്റെ കഥ എന്താണ്, അവന്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, ഇവൻ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഓന്റെ ഉദ്ദേശം തന്നെയായിരുന്നു മറ്റവനെ ശരിയാക്കാന്നായിരുന്നു. രണ്ടാളും പരസ്പരം കൊല്ലാൻ വേണ്ടിയിട്ടാണ് വന്നത്, അതുകൊണ്ട് രണ്ടുപേരും നരകത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹജ്ജത്തുൽ വിദായിൽ വെച്ച് റസൂലുള്ളാഹിന്റെ പ്രസംഗം ഉണ്ടല്ലോ, വിടവാങ്ങൽ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാദക്കും അലൈക്കും ഹറാമുൻ കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഒരു മനുഷ്യന്റെ രക്തം ചിന്ത എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ധനം, സമ്പത്ത് അപഹരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ്. അത് ഹറാമാക്കപ്പെട്ടതാണ്. മാത്രമല്ല ഏതുപോലെ പരിശുദ്ധമാണ്, കഹുറുമത്തി യൗമിക്കും ഹാദാ, അറഫാ ദിനം പോലെ, അതിന്റെ പരിശുദ്ധി പോലെ, അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസം പോലെ, ഈ മക്കയും കഅബയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം എത്ര പുണ്യമാണോ, അതുപോലെ എത്ര മഹത്തരമാണോ, അതുപോലെ ഒരു മനുഷ്യന്റെ ധനവും സമ്പത്തും അഭിമാനവും പവിത്രമാണ്. അത് നിങ്ങൾ കളങ്കപ്പെടുത്തരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ നോക്കൂ, ഇതൊക്കെ എന്തിനാണ്? ഒരു മനുഷ്യന്റെ ജീവനെ കുറിച്ച്, അഭിമാനത്തെക്കുറിച്ച്, അവന്റെ രക്തം ചിന്തയെ കുറിച്ചൊക്കെയുള്ള ഗൗരവത്തിലുള്ള താക്കീതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലുമാ യുഖ്ളാ ബൈനന്നാസി യൗമൽ ഖിയാമ ഫിദ്ദിമാ, നാളെ പരലോകത്ത് വരുമ്പോ കുറ്റകൃത്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി വിചാരണക്കെടുക്കുന്ന വിഷയം എന്താണ്? അദ്ദിമാ, ആരാണോ പരസ്പരം രക്തം ചിന്തിയത്, ഒരാളെ കൊന്നത്, ആ വിഷയമായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേറെ നന്മയുടെ പാഠങ്ങൾ, യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ ജീവനെ വില കൽപ്പിച്ച, ഇത്രയേറെ പവിത്രതയുണ്ട് എന്ന് പഠിപ്പിച്ച, നിങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനെ കൊല്ലരുത് എന്ന് പഠിപ്പിച്ച, ഇത്രയേറെ നന്മയും അതുപോലെ തന്നെ ഒരു ജീവന്റെ വിലയെക്കുറിച്ചും നിലയെക്കുറിച്ചും അതിലെ നീതിയെക്കുറിച്ചും ഒക്കെ പഠിപ്പിച്ച ഒരു ദീനാണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കുന്നത്. നോക്കൂ, ഇതൊക്കെ ഇസ്ലാമിന്റെ പാഠങ്ങളാണ്. വളരെ ഗൗരവത്തിൽ നിന്ന് ഇത് ചെയ്യരുത് എന്നുള്ളവർക്കുള്ള പാഠങ്ങളാണ്. ഇത്ര ഗൗരവത്തിൽ കൊലപാതകത്തിന്റെ വിഷയങ്ങൾ പഠിപ്പിച്ചു, എന്നിട്ട് ഒരാള് ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ
എന്താ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്? എന്നിട്ടും ഒരു മനുഷ്യൻ ഒരാളെ കൊല്ലുക, അങ്ങനെ സാഹചര്യം വന്നാൽ അയാൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്നുള്ളിടത്താണ് പിന്നെ ചർച്ച വരുന്നത്. അപ്പൊ ജാഹിലിയ കാലത്തൊക്കെ നമുക്കറിയാം, ജാഹിലിയ കാലം ഇസ്ലാമിന്റെ റസൂലുള്ളാഹിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അവരുടെയൊക്കെ പ്രതികാരദാഹത്തെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഭയങ്കര ദേശീയായിരുന്നു, പകയായിരുന്നു, തമ്മിൽ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് റെഡിയല്ല, മാപ്പില്ല. അങ്ങനെ വളരെ ശക്തമായി നിലപാടെടുത്തൊരു സമയമാണ്. പ്രതികാരമാണ് അവരുടെ പ്രധാന ഐറ്റം. അന്നത്തെ ഒരു പ്രധാന പ്രമേയം നമുക്ക് എന്നാണ്. രക്തം കൊണ്ടല്ലാതെ കഴുകിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രമേയം എന്നാണ് അവരുടെ ചൊല്ലന്നെ. രക്തം ചിന്തിയ പിന്നെ രക്തം കൊണ്ടല്ലാതെ ഒരു പരിഹാരമില്ല എന്ന് വിശ്വസിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്ത ഒരു സമൂഹത്തിലേക്കാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്, ഈ നന്മയുടെ ജീവന്റെ വിലയെക്കുറിച്ചുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. ഗ്രാമീണനായ ഒരു അറബിയോട് ഒരിക്കൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോ ഒരു മസലത്ത് നടത്തുന്ന സന്ദർഭത്തിൽ അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ദ്രോഹിച്ച ആൾക്കാരുണ്ടല്ലോ, അവരെ ഉപദ്രവിക്കാതെ നിങ്ങൾ വിട്ടാൽ അങ്ങനെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ സന്തോഷമില്ലേ? നിങ്ങളൊരാളെ ഉപദ്രവിച്ചു, അയാൾക്ക് പ്രതികാരം ചെയ്യണം. അപ്പൊ മസലത്തിൽ നിന്ന് ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ അങ്ങനെ സ്വർഗത്തിൽ പോകണം, നിങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ജാഹിലിയത്തിൽ ഒരാൾ ചോദിക്കാണ്. അപ്പൊ അയാളെ മറുപടി എന്താണ്? അയാൾ പറഞ്ഞു, തിരിച്ച് പ്രതികാരം ചെയ്തിട്ട് നരകത്തിൽ പ്രവേശിക്കലാണ് എന്റെ സന്തോഷം. എനിക്ക് സന്തോഷം എന്താണ്? സ്വർഗത്ത് പോലല്ല, അയാൾക്കെതിരെ നീ പ്രതികാരം ചെയ്തിട്ട് നരകത്ത് പോലാണ് എനിക്ക് സന്തോഷം എന്ന് ചില ആൾക്കാർ പറയും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ ചില പ്രയോഗങ്ങളുണ്ട്. ദേഷ്യം പിടിച്ചിട്ട് നരകത്ത് പോയാലും വേണ്ടിയില്ല, അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളവർക്കൊക്കെ പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ഇതൊരു ജാഹിലിയത്തായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവരുടെ ഇത്തരം വർത്തമാനങ്ങൾക്കിടയിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രിയപ്പെട്ടവരെ ഒരു പ്രായോഗിക നിയമം പഠിപ്പിക്കുന്നത്. കൊലപാതകത്തിന്റെ ഗൗരവത്തെക്കുറിച്ചും മനുഷ്യന്റെ ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് ഇസ്ലാം ഇനി അങ്ങനെ ഒരാൾ ചെയ്താൽ ഒരു നിയമം വേണ്ടേ? ഇന്ത്യയിൽ നിയമമുണ്ട് അല്ലെ? നിയമം പഠിച്ച് അതിന്റെ കാര്യങ്ങളും തെളിവൊക്കെ വന്നാൽ അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കും. പിന്നെ ആർക്കും മാപ്പ് കൊടുക്കാനുള്ള ഇളവ് എവിടെയുള്ളൂ? രാഷ്ട്രപതിക്കുവാണെങ്കിൽ അയാൾക്കൊരു ദയാഹർജി സമർപ്പിച്ചൊരു മാപ്പ് കൊടുക്കാം. കുടുംബം മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോ അതില്ലാതാവും, കേസ് പിൻവലിക്കണം. അത്രയും കടമ്പകൾ കഴിഞ്ഞാലേ അത് സംഭവിക്കുള്ളൂ. അപൂർവമായാണ് അങ്ങനെ സംഭവിക്കുക. വധശിക്ഷ ഭയങ്കര തെറ്റായി കാണുന്ന ആൾക്കാരുണ്ട്. ആളുകൾക്ക് അതൊക്കെ പറയാനുള്ള സൗകര്യം എന്താ വെച്ചാൽ അവനവന്റെ കുടുംബത്തിലോ അവനവന്റെ വേണ്ടപ്പെട്ടവർക്കോ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോകുമ്പോഴാണ് അതിന്റെ ഒരു വേദന മനസ്സിലാകുക. പല കാരണങ്ങളാൽ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ കോടതി വിധി വരുമ്പോഴുള്ള ആ കുടുംബ ബന്ധുക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടാൽ അത് മനസ്സിലാവും. ദാരുണമായി പീഡനത്തിന് വിധേയമായി കൊല ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിധിയെടുക്കാലത്ത് വന്നു. അയാളെ വെറുതെ വിട്ടു, കുറ്റവാളികളെ വെറുതെ വിട്ടു. ആ രക്ഷിതാവ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, കണ്ണീര് തൂക്കി പറഞ്ഞു, വധശിക്ഷ ലഭിക്കും വരെ ഞാൻ മുന്നോട്ട് പോകും. എന്താണ് അതിനൊക്കെ വികാരം? അതങ്ങനെയാണ്, അത് ഓരോരുത്തരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ മക്കളെ എങ്ങനെയാണ് അവർ സ്നേഹിച്ചത്, എങ്ങനെയാണ് അവർ വളർത്തിയത്, എത്രമാത്രം അവർ ജീവിതത്തിൽ അവർ പ്രതീക്ഷ കാണുന്നു, അവർക്ക് താങ്ങും തണലുമാകേണ്ടവരെ ഒരാൾ വകവരുത്തുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ കൂട്ടിച്ചേരുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാകുക. നമ്മൾ ചിലപ്പോ ഈ ദിയാദനം അല്ലെങ്കിൽ ഒരു നഷ്ടപരിഹാരം നൽകണം എന്നൊക്കെ പറയുമ്പോൾ വലിയ വില കാണും. ചിലപ്പോ നമ്മൾ എന്തിനാ പത്ര പൈസ നമുക്ക് ചോദ്യം വരും, കാരണം നമ്മളായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇതുപോലെ നഷ്ടപ്പെടുമ്പോ നമുക്കതിനൊന്നും വില കണക്കാക്കാൻ കഴിയില്ല. ചില സ്നേഹത്തിന് വില കണക്കാൻ കഴിയില്ല, ചില സംരക്ഷണത്തിന് വില കണക്കാക്കാൻ കഴിയില്ല, ചില സാന്നിധ്യങ്ങൾക്ക് വില കണക്കാക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഇസ്ലാം അതിനുള്ള ഒരു കാഴ്ചപ്പാടായിട്ട് മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇങ്ങനെ ഒരാൾ കൊല ചെയ്താലുള്ള നിയമം? ഇസ്ലാം പഠിപ്പിച്ചു അത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല. ഒരാൾ കൊല ചെയ്താൽ അവരുടെ പ്രതിക്രിയ എന്ന് പറഞ്ഞാൽ അത് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. അൽ ഹുർറു ബിൽ ഹുർരി, സ്വതന്ത്രനായ ഒരാളാണ് ഒരു കൊല ചെയ്യണമെങ്കിൽ അയാള് അങ്ങനെ തന്നെയാണ്. അത് വധശിക്ഷയാണോ, ഒരാളെ കൊന്നതാണോ, അയാളെ തിരിച്ചു വധിക്കുക എന്നുള്ളതിനാണ് പരിഹാരം. അതും ശാശ്വത പരിഹാരമല്ല യഥാർത്ഥത്തിൽ. എന്നാലും ചിലപ്പോൾ അയാളുടെ വിഷമം തീരൂല. പക്ഷെ അതാണ് ഇവിടുത്തെ പരിഹാരമായി ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. വല്ല അബിദുബില്ലാബിദ്, അടിമക്ക് അടിമയെ, വല്ലുൻസാബിൽ ഉൻസ, പെണ്ണിന് പെണ്ണിനെ, അല്ലെ ആണിന് ആണിനെ, അങ്ങനെ തന്നെയാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. എന്നിട്ട് ശേഷം ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്നത്? അതും തന്നെ ചെയ്യണം നിർബന്ധമുണ്ടോ? ഇല്ല. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ് വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ. എന്നാൽ ഇതിന്റെ ബന്ധുക്കൾക്ക്, ഈ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക്
അയാൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ആ സഹോദരന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കലാണ് ഖൈറ്. അത് നിങ്ങൾ ഫോളോ ചെയ്യണം. സദാചാരവും നന്മയും നിങ്ങൾ പിൻപറ്റണം. വദാഉൻ ഇലൈഹി ബിഇഹ്സാൻ, ആ നന്മയോടുകൂടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അയാൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി നിർവഹിച്ചു കൊടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഈ നഷ്ടപരിഹാരവും മറ്റുള്ള കാര്യങ്ങൾ. അപ്പൊ മാപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഹൈറ് അല്ലെ. ഒരു മനുഷ്യനെ ജീവിക്കാൻ വിടുക എന്നുള്ളത് ഏറ്റവും വലിയ നന്മയായി ഇസ്ലാം പഠിപ്പിക്കണം അവിടെയാണ്. ഇനി അതല്ല, ഒരു നഷ്ടപരിഹാരം വാങ്ങിയിട്ട് എന്തെങ്കിലും ഒരു പരിഹാരമാണല്ലോ എന്നുള്ള നിലക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് അത് ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യണം എന്നുള്ള. എന്നിട്ട് അള്ളാഹ് ഈ നിയമത്തെ പറ്റി പറയാണ്. ഇങ്ങനെ ഒരു നിയമം ഇല്ലെങ്കിലോ ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മ, ഇത് അള്ളാഹിന്റെ അടുത്തുള്ള വലിയ കാരുണ്യാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു മാപ്പും ഒരു നഷ്ടപരിഹാരവും ഒരു അളവൊക്കെ അള്ളാഹ് വെച്ച് തന്നത് അള്ളാഹുവിന്റെ വലിയ കാരുണ്യമാണ് എന്ന് അള്ളാഹ് നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഈ നിയമമൊക്കെ ഉണ്ടായിട്ടും ഇതിലൊക്കെ അനീതി പ്രവർത്തിക്കുന്നവരെ കുറിച്ചും പറഞ്ഞു. ഇങ്ങനൊക്കെ ഓപ്ഷൻ ഉണ്ട്. എന്നിട്ടും അന്യായമായി പിന്നെയും പല കാര്യങ്ങൾ അതിൽ ദ്രോഹപൂർവം ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ട് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. മറ്റൊടത്ത് പറയുന്നുണ്ട്, കണ്ണിന് കണ്ണ് അല്ലെ, മൂക്കിന് മൂക്ക്, ചെവിക്ക് ചെവി, പല്ലിന് പല്ല്, മുറിവിന് മുറിവ്. അങ്ങനെ തന്നെ അതിലും പറഞ്ഞു അല്ലാഹു തആല, ഫമൻ തസദ്ദഖ ബിഹി ഫഹുവ കഫാറത്തുൽ ലഹു. അതിൽ എന്തെങ്കിലും ധർമ്മം കൊടുക്കുകയാണെങ്കിൽ, ധനം കൊടുക്കുകയാണെങ്കിൽ, വിട്ടുവീഴ്ചയ്ക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കുകയാണെങ്കിൽ അതാണ് അയാളുടെ കഫാറത്ത്, പ്രായശ്ചിത്തമായി അത് തന്നെ മതി എന്ന് പറയുന്നുണ്ട്. അത്ര ആ വിഷയത്തിലുള്ള നിയമം ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത്. നോക്കൂ, ദിനേന കൊലപാതകങ്ങളുടെ വാർത്ത കേൾക്കുമ്പോൾ, രാജ്യത്ത് പല വിധികളും വരുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ കൊലക്ക് കൊല എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ആരാണ് അതിലൊക്കെ പലപ്പോഴും വിധി പറയൽ? ആ പാർട്ടിക്കാരന്റെ അതിലൊക്കെ വിധി നടപ്പിലാക്കൽ സഹിക്കാൻ പറ്റില്ല. നമ്മുടെ പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു, പരിഹാരം എന്താണ്? മറ്റവനെ ശരിയാക്കുക എന്നുള്ളത് തന്നെ. അവനെ കോടതി ശിക്ഷയ്ക്ക് വിധിച്ചാലും അവൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയാൽ പിന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനത്തെ സമയത്തിലൊക്കെ കൊലക്ക് കൊല ആർക്കും ഒരു പ്രശ്നമല്ല. പക്ഷെ ദീനുൽ ഇസ്ലാം ഇതിന്റെ പ്രായോഗികമായ ഒരു നിയമം ആളുകളുടെ ജീവിതത്തിനും അല്ലെങ്കിൽ സൗകര്യപ്രദമായ ഒരു ജീവിതത്തിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നിയമം. അതിനുകൂടി ആളുകൾ ഇതിനെ വളരെ രൂപത്തിൽ വിമർശിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമങ്ങൾ തന്നെ എന്തിനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഖുർആൻ പറഞ്ഞു, നിയമം എന്തിനാണ്? വലക്കും ഫിൽ ഖിസാസി ഹയാത്ത് യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ. ഇത്തരം നിയമങ്ങളൊക്കെ എന്തിനാണ്? ആളുകൾക്ക് സുരക്ഷിതമായി ജീവിക്കാനാണ്. ആളുകൾക്ക് സുരക്ഷിതമായി ജീവിക്കാനാണ് നിയമങ്ങൾ. നീ നിയമമൊന്നുമില്ലെങ്കിലോ കൊലപാതകത്തിനോട് ഒരു ശിക്ഷയില്ല എന്ന് വിചാരിക്കാം. എത്ര ആൾക്കാരോട് ദേഷ്യം തീർക്കാൻ നമുക്ക് ഉണ്ടാവും? എത്ര ആൾക്കാരെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരെ പലപ്പോഴും പിന്തിരിപ്പിക്കുന്നത് എന്താണ്? ഈ ശിക്ഷ പേടിച്ചിട്ടാണ്, ജീവൻ പോകുന്നത് പേടിച്ചിട്ടാണ്, ജയിലിൽ കിടക്കേണ്ടിയെന്ന് വിചാരിച്ചിട്ടാണ്, കുട്ടികൾ പട്ടിണിയാവില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പലരുടെക്കെതിരെയും അക്രമം ചെയ്യാത്തത് എന്ന് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബുദ്ധിയുള്ളവരെ വിളിച്ചിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. തുല്യ ശിക്ഷ നൽകുന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒക്കെ നിലനിൽപ്പ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് കൂടിയാണ് ഇത്തരം നിയമങ്ങൾ എന്നൊക്കെ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, കൊലപാതകം 3 രീതി സംഭവിക്കാം. ഒന്ന്, അറിയാതെ സംഭവിക്കാം. അറിയാതെ സംഭവിക്കാം. ഒരു മൃഗത്തിന് ഒരാൾ വേട്ടക്ക് പോയി എന്ന് വിചാരിക്കുക. അയാളൊരു മൃഗത്തെയാണ് ഉന്നം വെച്ചത്. അതിന്റെ പുറകിലൊരു മനുഷ്യനുള്ളത് അയാൾ കണ്ടില്ല എന്ന് വിചാരിക്കുക. വെടിയേൽക്കുന്ന ആ മനുഷ്യനായ അങ്ങനെ മരണപ്പെടാം. അങ്ങനെ അറിയാതെ സംഭവിക്കുന്ന മരണങ്ങളുണ്ടാവും. ചിലത് മനഃപൂർവ്വമായിരിക്കൂല. പക്ഷെ സാഹചര്യ തെളിവുകളൊക്കെ നോക്കിയാൽ എന്ത് മനസ്സിലാവും? മനഃപൂർവ്വം ചെയ്തതായിട്ട് നമുക്ക് തോന്നും. മനഃപൂർവ്വമായിരിക്കൂല ചിലപ്പോൾ അയാൾ കൊല ചെയ്യണത്. അപ്പോ ചില ആൾക്കാർ എന്തെങ്കിലും തർക്കണ്ടായി, കയ്യിലുള്ള ചെറിയൊരു വടി കൊണ്ടാണ് തല്ലി കൊല്ലാൻ വേണ്ടി ചെയ്താവില്ല. പക്ഷെ അയാളെ മർമ്മത്ത് കുടുങ്ങിയ അയാൾ മരിച്ചുപോയി വിചാരിക്കാം. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകും. മറ്റൊന്ന്, മനഃപൂർവ്വം തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മനഃപൂർവ്വം എന്തെങ്കിലും ദേഷ്യത്തിന്റെ പേരിലൊക്കെ കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ മനഃപൂർവ്വം കൊല ചെയ്യുന്നതിനാണ് ഇസ്ലാം വധശിക്ഷ നടപ്പിലാക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ആ വധശിക്ഷ മാത്രമല്ല, രണ്ടാമതൊരു ഓപ്ഷൻ പറഞ്ഞു, ഒന്നിക്കൽ നിങ്ങൾക്ക് മോചന ദ്രവ്യം കൊടുത്തിട്ട് അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. മൂന്നാമതും പറഞ്ഞു, അല്ലെങ്കിൽ ബന്ധുക്കളെ നിങ്ങൾക്ക് മാപ്പ് നൽകിയിട്ട് അയാളെ ആ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ആദ്യത്തെ രണ്ടിലും അയാൾക്ക് കഫാറത്ത് കൊടുത്താൽ മതി. എന്താണോ പ്രായശ്ചിത്തം അതാണ് ചെയ്യേണ്ടത്. എന്നാൽ മനഃപൂർവ്വം ഒരാളെ കൊന്നാല് അയാളെ വധിക്കണം എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അയാളെ വധിക്കാതെ തന്നെ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്താൽ മതി, അല്ലെങ്കിൽ ബന്ധുക്കൾ മാപ്പ് കൊടുത്താൽ മതി എന്നതാണ്. അപ്പോ മോചനദ്രവ്യം എന്താ കൊടുക്കേണ്ടത്?
റസൂലുള്ളാഹിന്റെ കാലത്തൊക്കെ ഒരു 100 ചുവന്നൊട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമൊക്കെ അതിന് വിലയും നിലയൊക്കെ ഉണ്ട്. 100 ചുവന്നൊട്ടകങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത പ്രായത്തിലുള്ള 100 ഒട്ടകങ്ങളെയാണ് അന്നൊക്കെ ഈ ദിയാദനമായിട്ടൊക്കെ വാങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത് പ്രായശ്ചിത്തത്തിന്റെ വിഷയത്തിലാണ്. എന്നാൽ ഈ ബന്ധുക്കൾക്ക് ഈ മാപ്പ് കൊടുക്കൽ, ഈ നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ ആർക്കാണ് അധികാരം? മുസാലഹ എന്നാണ് ഇതിന് പറയാം. അങ്ങനെ വിഷയം ഉണ്ടായാൽ ആർക്കാണ്? ബന്ധുക്കൾക്ക് തന്നെയാണ് അതിന്റെ മുകളിൽ അധികാരം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ ഉത്തരവാദപ്പെട്ട ആളുകൾ എല്ലാവരും എന്ത് ചെയ്യണം? ഇതിൽ യോജിക്കണം. കൊല ചെയ്യപ്പെട്ട ആളുടെ സഹോദരങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം, വാപ്പി ഉമ്മയുണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ രക്തബന്ധുക്കൾ, അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ, ഉത്തരവാദപ്പെട്ടവരെല്ലാവരും ഇയാൾക്ക് വധശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞാൽ മാത്രമേ അയാളെ കൊല്ലുള്ളൂ. അതിൽ ഒരാൾ വരെയാണ് അയാൾക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ അതിനെ പരിഗണിക്കുന്നുള്ളതാണ്. അതിന് മുഖവിലക്കെടുത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എല്ലാവരും വേറെ കൊല്ലുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു തീരുമാനമല്ല. മാത്രമല്ല, ഒരാൾ കൊല ചെയ്യപ്പെട്ടു, അയാളുടെ മകൻ വളർന്നു വരുന്നുണ്ട്, പക്ഷെ പ്രായപൂർത്തിയായിട്ടില്ല, ഒരു തീരുമാനം പറയാനായില്ല എന്ന് വിചാരിക്കാം. കോടതി എന്താ ചെയ്യുക? ഇസ്ലാമിക ഭരണകൂടം ആ മകൻ വളർന്നു വലുതാണ് വരെ, പ്രായപൂർത്തിയാകുന്ന വരെ കാത്തു നിൽക്കാൻ പറയുന്നു. അത് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഈ കുട്ടി വളർന്നു വലുതാണ് വരെ അയാളെ കൊല്ലാതെ തന്നെ അങ്ങനെ നിൽക്കുന്നതാണ്. ഇവന്റെ ഈ മൊഴിയെടുക്കുന്നത് വരെ കാത്തു നിൽക്കുമെന്നതൊക്കെയാണ് ഇസ്ലാമിലുള്ള മനുഷ്യത്വപരമായ ഇടപെടൽ. ഇതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു വെക്കണമെന്നല്ലാണ് പലപ്പോഴും നമ്മൾക്ക് തന്നെ വിമർശനങ്ങളൊക്കെ വരുമ്പോൾ തോന്നും ഇസ്ലാം ഒരു മോശം തന്നെയാണല്ലേ, അതൊക്കെ എന്നൊക്കെ തോന്നേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഇത് സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ രാജ്യത്ത് പല ഘട്ടങ്ങളിലായി ഇലക്ഷൻ നടക്കുന്നതിന്റെ നമ്മളുമായി ബന്ധപ്പെട്ട മേഖലയിലെ തെരഞ്ഞെടുപ്പ്, വോട്ടെടുപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ്. വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു ഇലക്ഷനാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. കൂടുതലൊന്നും അതിന്റെ വിശദാംശങ്ങൾ ആവശ്യമില്ലാത്ത വിധം എല്ലാവരും, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ ബോധവാന്മാരാണ്. നമ്മുടെ നാടിന്റെ ബഹുസ്വരതയും ബഹുമതങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു സാഹചര്യവും ബഹുസംസ്കാര ആ വൈവിധ്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ രാജ്യത്തെ വൈവിധ്യങ്ങളൊക്കെ നിലനിൽക്കണം, മതേതരത്വം നിലനിൽക്കണം, മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ അത് ഉൾക്കൊള്ളാനും പരസ്പരം പങ്കുവെക്കാനും ഒക്കെ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് തോളോട് തോളുരുമി ചേർന്ന് നിന്ന് നേടിയെടുത്തതാണ് നമ്മുടെ ഈ നാടും ഈ രാജ്യവും. അതിനെ പെട്ടെന്ന് ഇല്ലാതാക്കാനുള്ള ഗൂഢതന്ത്രങ്ങൾ കാണുമ്പോൾ അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതും ഇത്തരം ഒരു അവസരമൊക്കെ വരുമ്പോൾ ഉപയോഗപ്പെടുത്തേണ്ടതുമൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. എല്ലാവരുടെയും ശബ്ദത്തിന് അത് കേൾക്കാനുള്ള ഒരു മനസ്സുള്ള ഭരണകൂടം നിലവിൽ വരണം. അവകാശങ്ങളൊക്കെ, ഓരോ പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. നീതി നടപ്പിലാക്കുമെന്ന സമീപനങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നവർക്ക് അധികാരം കിട്ടണം. ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നിലയും വിലയുണ്ടാകണം. ജനങ്ങളുടെ ശബ്ദം അധികാരികൾ കേൾക്കാൻ തയ്യാറാണ്. ഞങ്ങൾ പറയണ അങ്ങോട്ട് കേട്ടാൽ മതി എന്നുള്ളതിനപ്പുറത്ത് ഒരു ഏകാധിപത്യത്തിന്റെ സ്വരം നിങ്ങൾ എവിടെ നിന്ന് കേൾക്കുന്നോ അവിടെ ജനാധിപത്യത്തിന് വില കൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ശക്തമായി ഇടപെടണം. യുവാക്കൾ ധാരാളമായി വളർന്നു വരികയാണ്. തൊഴിലിടങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വേണം. നമ്മുടെ ജീവിത ചെലവ് താങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം വളരെ പ്രധാനമാണ്. ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം നമ്മളെ ഭയപ്പെടുത്തുകയും നമ്മുടെ പൗരത്വം ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ നമുക്കിടയിൽ, സമുദായങ്ങൾക്കിടയിൽ, സമൂഹത്തിനിടയിലൊക്കെ വിഷവിത്തുകൾ വിതക്കുകയും വെറുപ്പിന്റെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഇന്ത്യയായി നിലനിർത്താൻ ആവശ്യമായ ഇടപെടലിനുള്ള വലിയ ഒരു അവസരമാണ് വോട്ടെടുപ്പ് എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും വോട്ടവകാശം വളരെ കൃത്യമായി നമ്മൾ വിനിയോഗിക്കുക. അർഹരായ കൈകളിൽ ഭരണമെത്താൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുക. നമ്മുടെ കുടുംബത്തിലെ ഒരു വോട്ട് നഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. വെള്ളിയാഴ്ച സമയമായതുകൊണ്ട് തന്നെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വോട്ട് ചെയ്യാനുള്ള സമയമുണ്ട്.
വെള്ളിയാഴ്ച വരുന്നുണ്ട് വിചാരിച്ച് നമ്മൾ ബേജാറുണ്ടല്ലോ. വെള്ളിയാഴ്ച ബാക്കി എല്ലാ കാര്യവും കണക്കില്ലേ. വെള്ളിയാഴ്ച വിചാരിച്ചിട്ട് നമ്മൾ രാവിലെ തന്നെ കുളിച്ചു മാറ്റി വെള്ളിക്കൊക്കെയല്ലല്ലോ വരുന്നത്. അതേമാതിരിയൊക്കെ തന്നെയാണ് നമ്മളൊരു സമയം കണ്ടെത്തണം എന്നുള്ളൂ. 6 മണിക്കുള്ളിൽ ബൂത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആർക്കും വോട്ട് ചെയ്യും. നമുക്ക് ടോക്കൺ കിട്ടും. കുറച്ച് കാത്തിരിക്കേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് നിർവഹിക്കാൻ കഴിയും. ഡ്യൂട്ടിയിലൊക്കെയുള്ള ആളുകൾക്ക് പല പ്രദേശത്തേക്കായിരിക്കും ഡ്യൂട്ടി കിട്ടുക. അവർക്ക് യാത്രക്കാരെന്നുള്ളവർക്ക് അവർക്ക് ജമ്മും കസുവാക്കാനൊക്കെ ഉള്ള ഇളവുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ സന്ദർഭവും സൗകര്യമൊക്കെ നോക്കി നിർവഹിക്കാവുന്നതാണ് എന്നതാണ് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അധികാരമൊക്കെ കൊടുക്കണം അള്ളയാണ്. അന്ന് ഉദ്ദേശിക്കുന്ന കൈകളിലേക്ക് അതെത്തും. പക്ഷെ മുസ്ലിങ്ങൾക്ക് നിർഭയമായി ജീവിക്കാനും നമ്മുടെ ദീനിന് തൃപ്തിപ്പെട്ടുകൊണ്ട് അനുഷ്ഠിച്ച് ജീവിക്കാനൊക്കെയുള്ള ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കാൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ സതുദ്ദേശങ്ങളൊക്കെ സഫലമാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ദുബായിലും UAE-യിലും അതുപോലെ തന്നെ GCC കൺട്രികളിലൊക്കെ ശക്തമായ മഴ കാരണം ഈ പ്രയാസങ്ങളുണ്ട്. നമ്മുടെ ഒരുപാട് ആളുകൾ അവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. വലിയ പ്രയാസം അവരനുഭവിക്കുന്നുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മളിവിടെ മഴയില്ലാതെ പ്രയാസപ്പെടാൻ, പക്ഷെ അവിടെ മഴ കൂടിയതുകൊണ്ട് പ്രയാസപ്പെടാൻ അള്ളാഹു അവരുടെ പ്രയാസങ്ങളെ എളുപ്പത്തിൽ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അനുഗ്രഹത്തിന്റെ മഴ അള്ളാഹു നമുക്ക് വർഷിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഒന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളിൽ നിന്ന് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, മാരകമായ വൈറസുകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ നിന്റെ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. നിന്റെ മനോഹരമായ സ്വർഗപൂങ്കാവനത്തിൽ ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി സങ്കടപ്പെടുന്നവർ, അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ ആശ്വാസം പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പഠനവും ഞങ്ങളുടെ പരീക്ഷകളും ഞങ്ങളുടെ ജോലിയും ഞങ്ങളുടെ കച്ചവടവും ഞങ്ങളുടെ കുടുംബജീവിതവും ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ സതുദ്ദേശങ്ങളെയൊക്കെ നീ സഫലമാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.